സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. എൻ്റെ 5 വർഷത്തിന്റെ ഉള്ളിൽ കേരളത്തിൽ എയിംസ് വന്നില്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപി ഇനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരില്ല എന്ന് പറഞ്ഞതും സുരേഷ് ഗോപിയാണ്. അതുകൊണ്ട് എയിംസ് വന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരിഭവമെങ്കിൽ ഈ രണ്ട് കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു. എയിംസിന്റെ കാര്യം ഈ ചർച്ചയിൽ, ഈ ബജറ്റിൽ ഒരു സംസ്ഥാനത്തിനും എയിംസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഒരു സംസ്ഥാനത്തിന്റെയും പേരെടുത്ത് ഒരു തരത്തിലുള്ള സാധനത്തിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. ഒരു സംസ്ഥാനത്തോടും സംസ്ഥാനത്തിന്റെ പേരിൽ ഇന്നത് വരും എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് എയിംസുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 75 വിമാനത്താവളമാണ് ഇന്ത്യയിൽ. ഇന്ന് 150 വിമാനത്താവളമാണ്. ആ 75 വിമാനത്താവളവും ബജറ്റ് പറഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ ബജറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ കഴിഞ്ഞ ബജറ്റിന് ശേഷം കേരളത്തിൽ എത്ര പുതിയ വന്ദേ ഭാരതും അതുപോലെ ഇപ്പോൾ സാധാരണക്കാരന് വന്ദേ ഭാരതിൽ പണക്കാർ കൂടുതൽ പൈസയാണെന്ന് പറഞ്ഞപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പം വന്ദേ ഭാരത് അതിന്റെ ന്യൂ ജനറേഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തില്ലേ? എന്താ ഇതൊക്കെ ബജറ്റ് പറഞ്ഞിട്ടാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ പറയുമ്പോൾ ഇടയിൽ പറയില്ല. വന്നത് വന്ദേ അല്ലല്ല, ഞാൻ നാച്ചുറൽ ആയിട്ടല്ലേ പറയുന്നത്. കഴിഞ്ഞ വന്ദേ ഭാരത് കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരത് ഉണ്ടല്ലോ, കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരത് ഉണ്ടല്ലോ, ആ 2 ബജറ്റ് വന്നിട്ടാ. ഈ മാത്രമല്ല 3 പുതിയ വന്ദേ ഭാരത് വരുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞില്ലേ? അത് ബജറ്റ് പറഞ്ഞിട്ടാ. 75 വിമാനത്താവളം 150 വിമാനത്താവളം ആക്കിയത് ബജറ്റ് പറഞ്ഞിട്ടാ. നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്ന? ബജറ്റ് പറഞ്ഞാൽ മാത്രമേ ഈ കാലയളവിൽ മാറ്റണം. പൊന്നി ചങ്ങാതി, ഇത് ഇന്ത്യയുടെ ബജറ്റിൽ നിങ്ങൾ എല്ലാ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കേരളത്തിന്റെ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ? തൃശ്ശൂർക്കാരനാണ് ഗോപാലകൃഷ്ണൻ. കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തൃശ്ശൂരിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ മാങ്ങാത്തൊലിയാണ് കിട്ടിയത്. ഇപ്പൊ ആമവട്ട കിട്ടിയല്ലോ, മാങ്ങാത്തൊലിയാണ് തൃശ്ശൂരിന് കിട്ടിയത്. വയനാടിന് എന്ത് കിട്ടി? കണ്ണൂരിന് എന്ത് കിട്ടി? കാസർഗോഡിന് എന്ത് കിട്ടി? ചർച്ച ഉണ്ടായില്ലല്ലോ. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ